വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലാപങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ വെള്ളം അങ്ങോട്ടേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ സിന്ധിലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു. ഇതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ സിന്ധു ദേശം വേണം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സിന്ധ് പ്രവിശ്യയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിന്ധിനും സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള മുറവിളി വർദ്ധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സിന്ധു ദേശത്തിന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ ഗ്രൂപ്പായിട്ടുള്ള ജയ് സിന്ധ് ഫ്രീഡം മൂവ്മെന്റ് JSFM, ബലൂചിസ്ഥാനിലെ BLA പോലെ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെ JSFM എന്ന് പറയുന്ന ഒരു വലിയൊരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. ഈ സിന്ധു ദേശം വേണമെന്ന് വാദിക്കുന്ന അവിടെയുള്ള നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെല്ലാം പാകിസ്ഥാൻ തടവറയിൽ വയ്ക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ അവിടെയെല്ലാം മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പുറപ്പെട്ടിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നും ഈ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് വരുന്ന വാർത്തയാണെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയ റസാഫുള്ള നിസാമണി എന്ന് പറയുന്ന ഒരു ഭീകരവാദി അജ്ഞാതൻ വെടിവെച്ച് കൊന്നിട്ടുമുണ്ട്. ഈ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറ്റാക്ക് നടത്താനായിട്ട് പ്ലാൻ ചെയ്ത ഒരാളാണ് എന്നുള്ളത്, ആസൂത്രണം ചെയ്ത ഒരാളാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോ ഈ സിന്ധു ദേശം കൂടെ സ്വാതന്ത്ര്യത്തിനായിട്ട് നിലവിൽ വരുമ്പോൾ, അതിനകത്ത് അജ്ഞാതന്റെ വിളയാട്ടം നടക്കുമ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ അവിടെ ഉണ്ടാകാനിടയുള്ള പ്രോഗ്രഷൻസ്? പാകിസ്ഥാന്റെ ഭരണകൂടം ഇതെങ്ങനെ നേരിടും? ഇന്ത്യയുടെ പദ്ധതികളൊക്കെ വർക്കൗട്ട് ആവുകയാണെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? മനുഷ്യൻ ഇതിനകത്ത് ഈ പാകിസ്ഥാനിൽ ഇപ്പൊ പുതിയതായിട്ടുണ്ടായ വിഷയങ്ങളൊന്നും അല്ല. ഇത് വളരെ കാലമായിട്ടുള്ളതാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി 1948 മുതലാണെങ്കിൽ പഞ്ചാബ് പ്രവിശ്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 4ഓളം സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ സിന്ധ് പ്രവിശ്യയിൽ ഏതാണ്ട് 8ഓളം സംഘടനകളുണ്ട്. ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച സംഘടന അതിൽ പ്രധാനപ്പെട്ട സംഘടന മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി കൂടിയാണ്. മത്സരിക്കാറൊക്കെ ഈ സംഘടനകളൊക്കെ മത്സരിക്കാറുണ്ട്. ഇവരെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സഖ്യം ഉണ്ടാക്കിയായിരുന്നു. നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കാം, കിട്ടുമ്പോൾ വീതം വെച്ചെടുക്കാന്നായിരിക്കും പറഞ്ഞത്, അറിയില്ല. ഏതായാലും നമ്മൾ എല്ലാവരുടെ ലക്ഷ്യം ഒന്നാണ്, ഈ പാക് സൈന്യത്തെ തുരത്തുക, നമ്മുടെ നാട് സ്വതന്ത്രമാക്കുക എന്നുള്ളത്. പാകിസ്ഥാന്റെ ഒരു ഭൂപ്രകൃതി ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന ഒരു ഒറ്റ രാജ്യം എന്ന് നമ്മൾ കേൾക്കുന്നത് പോലെയല്ല അവിടെ കാര്യങ്ങൾ. വ്യത്യസ്തമായ രീതിയിലുള്ള സംസ്കാരവും ആചാരങ്ങളും മറ്റുമൊക്കെയുള്ള ഗോത്രവർഗങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. സിന്ധു പ്രവിശ്യ എന്ന്, കാരണം അവിടെ ഈ യഥാർത്ഥ പാകിസ്ഥാനികൾ എന്ന് പറയുന്നത് സുന്നികളാണ് യഥാർത്ഥ പാകിസ്ഥാനികൾ എന്ന് പറയുന്നത്. പക്ഷെ അവരോടൊപ്പം തന്നെ പഞ്ചാബിലും സിന്ധുലും ബലൂചിസ്ഥാനിലും ഒക്കെ അത്രയ്ക്ക് തന്നെയുള്ള മറ്റ് വിഭാഗങ്ങളുമുണ്ട്. അപ്പം ഒരു രാജ്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യമായിട്ടാണ് ഇത് മുൻപോട്ട് പോകുന്നത്. ഇതിന് എന്തുകൊണ്ടത് അങ്ങനെ ചിന്തിച്ചവർ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാൻ ഇവരെല്ലാം രണ്ടാംകിട പൗരന്മാരായിട്ടാണ് കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഈ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഈ കൂടുതലും ഭീകരവാദ ക്യാമ്പുകൾ, നമ്മുടെ ലഷ്കർ-ഇ തോയ്ബയുടെ ഒക്കെ ഭീകരവാദ ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് അവിടെ. അപ്പൊ അവിടെയാണ് ഈ പരിശീലനം സിദ്ധിച്ചിട്ട് ഈ ആളുകളെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു ശക്തി കേന്ദ്രവുമായിട്ടാണ് അവർ കണക്കൂട്ടുന്നത്. അവിടേക്കാണ് ഇമ്രാൻഖാന്റെ ഈ ഇൻസാഫ് പാർട്ടി അവിടെ എത്തുന്നത്. തെഹ്രീക്കെ ഇൻസാഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ശക്തി ഉള്ള സ്ഥലമാണ്. മുമ്പ് അവിടെ നമ്മുടെ ഈ ബനസീർ ഭുട്ടോയുടെ, ഈ ബിലാവൽ ഭുട്ടോയുടെ ഒക്കെ പാർട്ടി ഉണ്ടല്ലോ, PDP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അവർക്ക് ശക്തിയുള്ള ഈ ഇടമായിരുന്നു. അത് പോയി. അതിനുശേഷം ഇപ്പൊ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ശക്തിയുള്ള ഇടമാണ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണകൂടത്തിന് എതിരെയായിരുന്നു അവിടുത്തെ ജനം എന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം നേരത്തെ തന്നെ പോരാടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴെന്താണ് ഇതിനൊരു ആക്കം കൂടിയത്, ഇല്ലെങ്കിൽ ഇതിന് സ്പീഡ് കൂടിയത്? അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കാൻ കാരണം ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ഒരു ഫലമായിട്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അപ്രതീക്ഷിതമായിട്ട്, അതായത് പാകിസ്ഥാനിലുള്ള ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന, ഇതുവരെ പ്രക്ഷോഭം നടത്തി വന്നിരുന്ന ഈ സിന്ധു പ്രവിശ്യയിലും പഞ്ചാബിലെയും ബലൂചിസ്ഥാനിലെയും ഒക്കെ ഉള്ള പോരാളികൾക്ക് വലിയ ആവേശം പകരുന്ന വാർത്തയാണ് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിലൂടെ അവർക്ക് ലഭിച്ചത്. കാരണം ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനം തന്നെ ഇന്ത്യ തകർത്തു, 100-ലധികം ഭീകരരെ നശിപ്പിച്ചു. ഇത് പറയുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ സൈന്യം ഒരു 10,000 പേര് കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ പോലും ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവിടുത്തെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഈ ഭീകരവാദികളെയാണ് അവരുടെ ആസ്ഥാനം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമാബാദ് തകർത്താൽ പോലും പാകിസ്ഥാന് വലിയ വിഷമം വരില്ല. പകരം തകർത്തത് ലഷ്കർ-ഇ തോയ്ബയുടെ ആസ്ഥാനമാണ്. അതുകൊണ്ടാണ് 14 കോടി രൂപ അവർ അനുവദിക്കുകയും ചെയ്തു. ഹാഫിസ് സയ്യിദിന് ഉടൻ തന്നെ അനുവദിച്ചു. എത്രയും പെട്ടെന്ന് കെട്ടിപ്പൊക്കിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, വലിയ പ്രശ്നമാകും. അപ്പൊ നമ്മൾ കണ്ടതാണ്, അവരുടെ സൈനിക മേധാവികളൊക്കെ വന്നിട്ട് ഈ ശവസംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കും. അപ്പൊ ഈ ഒരു പവർ, അതായത് എന്താ പറയുക, അവിടുത്തെ ഏറ്റവും വലിയ ആക്രമണകാരികളായിരുന്നവരെ മുഴുവൻ ഇന്ത്യ നശിപ്പിച്ചു. 9 ഇടങ്ങളിലാണ് അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ ബോംബിംഗ് നടത്തുകയും എണ്ണം പറഞ്ഞ ഭീകരന്മാരെയൊക്കെ
കൊല്ലുകയും ചെയ്തതോടുകൂടി അവിടുത്തെ ഈ സ്വാതന്ത്ര്യക്കാർക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർക്ക് വലിയ ആവേശം ജനിച്ചു. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ആഭ്യന്തര കലാപം ലഹള നടക്കുമ്പോൾ അത് അടിച്ചൊതുക്കേണ്ട അതാരാണ്? സൈന്യമാണ്. പക്ഷെ സൈന്യം ഇപ്പോൾ നെട്ടോട്ടം കൂടുകയാണ് ജീവനും കൊണ്ട്. ബലൂചിസ്ഥാൻ, ആ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭരണം പിടിക്കാൻ നടക്കുന്ന തെഹ്രിക്ക് താലിബാൻ, ഇപ്പൊ പുതിയതായിട്ട് ഇന്നലെ പറഞ്ഞ ഈ അജ്ഞാതന്റെ മരണശേഷം പിന്നെ പാകിസ്ഥാനെ ഞെട്ടിച്ചത് 10ഓളം സൈനികരെ വടക്കൻ വസീറിസ്ഥാനില് ഒരു ആക്രമണം നടന്നു. അതിന് തൊട്ടു പിന്നാലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചാവേർ ആക്രമണം നടന്നു. ഇത് ആ ആക്രമണമല്ല, മാറിപ്പോയത്. കാരണം എപ്പോഴും ഇങ്ങനെ ആക്രമണം നടക്കുന്നത് മാറിപ്പോകും. ഇത് ആ ആക്രമണമല്ല, ഇത് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു മിന്നൽ ആക്രമണം നടന്നു. അതിനകത്ത് 10 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി പറയുന്നത്. പക്ഷെ 10 അതിന് കൂടുതൽ ഉണ്ടായിരുന്നെന്നും സൈനികർ ജീവനും കൊണ്ട് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ പേര് അവിടെ ഉയർന്നു വന്നു. ആ പേരാണ് ഇത്തിഹാദ് ഉൽ മുജാഹിദീൻ പാകിസ്ഥാൻ, IMP എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന. അവരിതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അത് ഈ ലഷ്കർ എ തോയ്ബ എന്നും മറ്റുമൊക്കെ വന്ന ടീമുകളെല്ലാം കൂടെ ചേർത്ത് രൂപീകരിച്ച ഒരു പുതിയ ഭീകര സംഘടനയാണ് ഈ പറയുന്ന ഇത്തിഹാദ് ഉൽ മുജാഹിദീൻ പാകിസ്ഥാൻ. ഈ സംഘടനയുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇനി വരാൻ പോകുന്ന ആക്രമണങ്ങളൊക്കെ ഇവരൊക്കെ ആയിരിക്കും. BLA ഇപ്പൊ നമുക്ക് കാണാപ്പാടാം. ഇനി അതുപോലെ ആ ലിസ്റ്റിലേക്ക് മറ്റൊരു പേരാണ് IMP. TTP നമുക്കറിയാം, തെഹ്രിക്ക് താലിബാൻ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പറയുന്ന IMP നമ്മൾ പഠിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവരും കൂടി വരുമ്പോൾ, അതായത് സൈന്യമാകപ്പാടെ മനോനില തെറ്റി ഛിന്ന ഭിന്നമാകുകയാണ്. പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളും അവരുടെ ഡിഫൻസ് സിസ്റ്റംസ് മുഴുവൻ ഇന്ത്യ തകർത്തോടുകൂടി അവരുടെ ആത്മവീര്യം തകർന്നു. മറ്റൊന്ന്, ഈ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നുള്ളത് പാകിസ്ഥാൻ നിഷേധിക്കുന്നില്ല. അവര് യെസ് എന്നോ നോ എന്നോ പറയുന്നില്ല. ഇതിനിടയിൽ അവർ കഴിഞ്ഞ ദിവസം ഒരു ടെൻഡർ വിളിക്കുകയുണ്ടായി. അവര് അവിടുത്തെ മെയിൻ്റനൻസ് വർക്കിനായിട്ട്, അതായത് തകർന്ന വ്യോമത്താവളങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗോള ടെൻഡറാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഛിന്ന ഭിന്നമായിട്ടുള്ള വ്യോമത്താവളം. ഇനി ആ ടെൻഡർ വിളിച്ച് ആളെത്തിയിട്ട് വേണം ഇതൊക്കെ നന്നാക്കിയിട്ട് ഈ വിമാനമൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനിടയിലാണ് മറ്റുള്ളിടത്തെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ ആ ഗ്യാപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു വേണം നമ്മൾ ഇതിൽ നിന്ന് കരുതാനായിട്ട്. അതായത് പാടെ തകർന്നിരിക്കുന്നു. ഭരണകൂടങ്ങളോട് പണ്ടേ അവിടുത്തെ ജനത്തിന് പ്രതിബദ്ധതയില്ല, പണ്ടേ അവിടുത്തെ ജനത്തിന് വലിയ താല്പര്യവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഇടുത്തി പോലത്തെ ഒരു പുതിയ വാർത്ത, പുതിയൊരു സംഘടനയുടെ രൂപം കൊടുക്കും. സിന്ധു പ്രവിശ്യ കലാപം ഉണ്ടാകും. അതിനിടയിൽ IMF ഒരു ചെറിയ പണി കൊടുത്തിരിക്കുന്നു. ആ പണി കൂടി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പാകിസ്ഥാനിലെ വൈദ്യുതിക്ക് സർചാർജ് നൽകേണ്ടി വരും. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലടക്കം 9 മണിക്കൂറൊക്കെയാണ് പവർ കട്ട്. അത് മാത്രമല്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം, ഈ കറണ്ടിന് വലിയ ചാർജ് കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. നമുക്കറിയാം, ഈ ഇന്ത്യ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ട്രോളുകൾ, പാകിസ്ഥാൻകാർ തന്നെ വിടുന്ന ട്രോളുകളല്ലാത്ത അവർ പറയുന്നു, ഇന്ത്യ ഞങ്ങളുടെ കറാച്ചി പിടിച്ചെടുക്കുകയാണെങ്കിൽ അരമണിക്കൂറിനകം അത് ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. അതിനവർ പറയുന്ന കാര്യം, ഇവിടെ കറണ്ടോ വെള്ളമോ ഇല്ല, അതുകൊണ്ട് ഇന്ത്യ കറാച്ചി പിടിച്ചെടുത്തിട്ട് ഒരു കാര്യവുമില്ല, അവരത് തിരികെ വെച്ചിട്ട് ഓടിപ്പോടുന്നു. കാരണം ഒന്നുമില്ല, അത്ര ആ അവസ്ഥയാണ് അവർ വിവരിച്ചത്. അപ്പം അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത്, അതായത് അവരായിട്ട് തന്നെ ഒരുക്കിക്കൊണ്ടുവന്ന, അവർ മറ്റു രാജ്യങ്ങളെ ശിഥിലമാക്കാനായി ഒരുക്കിക്കൊണ്ടുവന്ന ഭീകര സംഘടനകളെല്ലാം ഇപ്പൊ പത്തി വിടർത്തി അവർക്ക് നേരെ തന്നെ തിരിയുന്ന ഒരു സാഹചര്യത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പും കണ്ടതാണ്. താലിബാനെ വളർത്തിക്കൊണ്ട് വന്ന് അഫ്ഗാന്റെ ഭരണം പിടിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച അത് പാകിസ്ഥാനായിരുന്നു. പിന്നീട് ആ താലിബാൻ ഇന്ന് അവരുടെ വലിയ ശത്രുവായി മാറി. അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് ഈ തെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം മുഴുവൻ അഫ്ഗാനിസ്ഥാൻ തൊട്ട് പിന്നാലെ താലിബാൻ ഭരിക്കുന്ന മറ്റൊരു രാജ്യം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് പിന്നെ വലിയ അഹംഭാവമൊന്നുമില്ല, ബലൂചിസ്ഥാൻ ഒന്നും വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് ഇസ്ലാമാബാദ് അടക്കമുള്ള പാകിസ്ഥാൻ മാത്രം മതി. ഇതിനിടയ്ക്കാണ് സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത്, പഞ്ചാബ് സിന്ധ് പ്രവിശ്യയാണ്. അപ്പോൾ അതും കൂടെ സ്വതന്ത്രമാകണമെന്ന് പറഞ്ഞ മറ്റൊരു കാര്യം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പഞ്ചാബ് പ്രവിശ്യയാണ് അവരുടെ കാർഷികപരമായിട്ട് ഉള്ള ഒരു പ്രദേശം. മറ്റൊന്ന് അവരുടെ സാമ്പത്തികമായിട്ടും അവർക്കുള്ള പ്രദേശവും അത് തന്നെയാണ്. ലാഹോർ അടക്കമുള്ള പ്രദേശങ്ങളുണ്ട്. ഇതെല്ലാം അവരുടെ ഒരു സാമ്പത്തിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഇപ്പൊ അത് പാടെ പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നതില്ല. കാരണം ഇവിടെ ഇപ്പോൾ അമേരിക്കയ്ക്കോ മറ്റാർക്കോ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ. കാരണം ആ രാജ്യത്ത് പുറത്തുനിന്നൊരു ആക്രമണമാണെങ്കിൽ പുറത്തുനിന്നൊരു രാജ്യത്തൊന്ന് ഇടപെടാൻ കഴിയും. ഇത് സ്വന്തം രാജ്യത്തിന് അകത്ത് നടക്കുന്ന ഭീകരാക്രമണവും കലാപത്തിലുമൊക്കെ മറ്റൊരു രാജ്യം വന്ന് ഇടപെട്ടാനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സാധാരണക്കാരായ ജനം പോലും പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ, പാക് സൈന്യത്തിനെതിരെ തിരിയും. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു സംഘർഷം നടക്കും, ഒരു കലാപം നടക്കും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു രാജ്യത്തിന്റെ സൈനികരെ ഇവിടെ അതിനുവേണ്ടി കൊണ്ടുവന്നാൽ എന്താകും അവസ്ഥ? നമ്മളിത് കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ കണ്ടത് അതേ അവസ്ഥ വരും. അപ്പൊ പാകിസ്ഥാൻ അങ്ങനെ ഒരു സഹായം ചോദിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ഇവർ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതിനിടയിൽ ഇന്നലെ US കോൺഗ്രസ് സെനറ്റിലെ ഒരു ബലൂചിസ്ഥാൻ അംഗം പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ബലൂചിസ്ഥാനിലെ ഏതാണ്ട് 80 പ്രദേശങ്ങളിൽ നിന്നും ഈ പാകിസ്ഥാനിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സൈന്യവും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. 80% പ്രദേശം ബലൂചിസ്ഥാനിലുള്ള കയ്യിലാണ്. അവരാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ പതുക്കെ പതുക്കെ അമേരിക്കയിൽ നിന്നടക്കം അവരുടെ തന്നെ പ്രതിനിധികൾ പതുക്കെ പതുക്കെ ഇതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവർ സ്വതന്ത്രമായി എന്ന് അറിയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ചാടിക്കയറി പെട്ടെന്നൊന്നും ഇന്ത്യ അവരുടെ സ്വാതന്ത്ര്യമൊന്നും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ അവരെ രാജ്യമായിട്ടൊന്നും അംഗീകരിക്കില്ല. അപ്പൊ ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും ഇന്ത്യ നോക്കിയിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രേഡിങ്ങോ കമ്മ്യൂണിക്കേഷനോ തുടങ്ങിയാൽ ഇന്ത്യ ഉടൻ തന്നെ അത് ആരംഭിക്കും. അതിനൊരു മുൻകൈ ഇന്ത്യ എടുക്കില്ല, കാരണം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണത്. അത് കുറച്ചാൾ അങ്ങനെ പോകും, ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് പോകും. എനിക്ക് തോന്നുന്നത് ഈ ഭീകരന്മാര് വർദ്ധിച്ചിട്ട് കൊണ്ട് നാശം വിതച്ച ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇറാഖ് അങ്ങനെ പോയതാണ്, സിറിയ കണ്ടതാണ്, യമൻ കണ്ടതാണ്, ലെബനൻ കണ്ടതാണ്, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് പാകിസ്ഥാൻ പോകുന്നത്. ചിഹ്ന ഭിന്നമാണ് പോകുന്നത്. മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് 4 വിഭജിക്കും എന്നാണ് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 4 വിഭജിക്കാൻ പോകുന്നത്. ഈ വിഭജനം എന്ന് പറയുന്നത് മറ്റേ ഈ ടെറർ ഗ്രൂപ്പുകൾ, അനവധി ടെറർ ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ ഓരോ പ്രവിശ്യയുടെ, ഓരോ പ്രദേശത്തിന്റെ അധികാരം കൈയാളുന്ന അവസ്ഥയാണ്. പക്ഷെ ഇത് കണ്ടിട്ട് ഇന്ത്യക്ക് സന്തോഷിക്കാനും കഴിയില്ല. കാരണം ഇതൊന്നും ചില്ലറ പുള്ളികളല്ല. ഇവരുമൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്ത്യക്ക് നാളെ തലവേദന ആകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടെറർ ഗ്രൂപ്പുകൾ ഒരു പ്രദേശത്തിന്റെ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മുമ്പോട്ട് പോകണം, ജീവിക്കണം. ആർക്കാ? ഇവരെ ഇപ്പോഴത്തെ ഒരു പുതിയ രീതി എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾ ഇവരെ കൊട്ടേഷൻ സംഘമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം അവർക്ക് ആവശ്യമായ പണവും ആയുധവും കൊടുക്കുക, അവരെ പറഞ്ഞ് എങ്ങോട്ടെങ്കിലും വിടുക. ഇതാണ് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഭയക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പൊ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായതുകൊണ്ടോ ഇല്ലെങ്കിൽ പഞ്ചാബ് സിന്ധ് പ്രവിശ്യ സ്വതന്ത്രമായതുകൊണ്ടോ നമുക്ക് ആശ്വസിക്കാൻ വകയില്ല. കാരണം ഈ വിഷപ്പാമ്പുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ ഇവരൊക്കെ സ്വതന്ത്രമാകുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്, ഇപ്പൊ പാകിസ്ഥാനോട് പറയുന്നത് പോലെയല്ല, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അവിടെ അക്സസ് ചെയ്യാൻ കഴിയും, നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയും. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലൊക്കെ അവരൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, അഫ്ഗാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡ് ബലൂചിസ്ഥാനും ഈ പിളർന്നു വരുന്ന സിന്ധു പ്രവിശ്യമൊക്കെ എടുക്കാനാണ് സാധ്യത. കാരണം ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഇന്ത്യയുമായി അടുപ്പത്തിൽ പോകാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. കാരണം ഇതെല്ലാം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പഞ്ചാബ് സിന്ധു പ്രവിശ്യ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായും ട്രേഡിങ് ഭയങ്കരമാകും. കാരണം ട്രേഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മൂലം അവർക്ക് പെട്ടെന്ന് ഉയർന്നു വരുന്നതിന് കാരണമാകും. പിന്നെ ഈ സിന്ധു നദിയിലെ പ്രശ്നങ്ങൾ അതോടുകൂടി പരിഹാരമാകും. പിന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ഹെൽപ്പ് ഉണ്ടാകും. ഇതൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ ഇനി അവിടെ വളർന്നു വരുന്ന ടെറർ ഗ്രൂപ്പിനെ അവർ വളർത്തില്ല എന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന പുറത്തു വരുന്നത്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ച ഭീകരനെ സിന്ധു പ്രവിശ്യയിലാണ് കൊലപ്പെടുത്തിയത്. അത് നമ്മൾ ഈ വളരെ കാലത്തിന് ശേഷമാണ് സിന്ധു പ്രവിശ്യയിൽ നിന്ന് അങ്ങനെ ഒരു ഭീകരനെ ഒരു അജ്ഞാതൻ കൊന്ന വാർത്ത പുറത്തു വരുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പാക് സൈന്യം പറയുന്നത് എന്താണ്, കുടിപ്പകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അജ്ഞാതനെ ഇവരെ പിടിച്ചിട്ടില്ല, കുടിപ്പകയാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. എന്തായാലും സിന്ധുദേശവും കൂടെ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം അവിടെയുള്ള ഭീകരന്മാരെ അജ്ഞാതന്മാർ വെടിവെച്ചിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ പ്ലാൻ പ്രകാരം എല്ലാം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. കാരണം ഇതിനു വേണ്ടിയാണ് ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ പാക് അധീന കശ്മീർ നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്തായാലും അതുപോലെ തന്നെ നടക്കുന്നു. ഭാവിയിൽ ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് എന്താവുമെന്ന് ഉടനെ തന്നെ നമുക്ക് കണ്ടറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ബിജുട്ടാ. താങ്ക് യു സോ മച്ച്.